നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴക്കരി പാടശേഖരത്തിലെ 130-ലധികം ഏക്കർ നിലത്തെ നെൽകൃഷി വെള്ളം കയറി നാശത്തിന്റെ വക്കിൽ. 60-ലധികം കർഷകർ സ്ഥലം പാട്ടത്തിനെടുത്തും അല്ലാതെയുമായി കൃഷിയിറക്കിയ നെൽകൃഷിയാണ് പാടശേഖരത്തിലെ വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തതുമൂലം നാശത്തിന്റെ വക്കിലുള്ളത്. 2 മാസം മുമ്പ് ഇവിടെ കൃഷിയിറക്കിയ നെൽച്ചെടി വെള്ളം വറ്റിക്കാൻ സാധിക്കാത്തതിനെ തുടർന്ന് നശിച്ചിരുന്നു. തുടർന്ന് കർഷകർ ബാങ്കുകളിൽ നിന്നും ബ്ലേഡ് സംഘങ്ങളിൽ നിന്നും അമിത പലിശയ്ക്ക് പണമെടുത്താണ് രണ്ടാമത് കൃഷി ഇറക്കിയത്. ശരാശരി ഒരു വർഷം ഈ പാടശേഖരത്തിൽ നിന്ന് മാത്രമായി 2600 ക്വിന്റൽ നെല്ല് കർഷകർ ഉൽപ്പാദിപ്പിച്ചിരുന്നു. ഇതാണ് ഇപ്പോൾ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നത്. 2018-ൽ പ്രധാനമന്ത്രി കിസാൻ പദ്ധതിയിൽപ്പെടുത്തി പാടശേഖരത്തിന് ചുറ്റും ബണ്ട് നിർമ്മിക്കുവാൻ 2.5 കോടി രൂപ അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കർഷകർ പാടശേഖരത്തിന് ചുറ്റും സ്ഥാപിച്ചിരുന്ന സംരക്ഷണ കവചം പൊളിച്ചു മാറ്റുകയും ചെയ്തു. എന്നാൽ കൃഷി വകുപ്പിലെ ഉന്നതരുടെ പിടിവാശികൾ മൂലം പദ്ധതി നിന്നുപോയതായി കർഷകർ പറയുന്നു. ഏറ്റവും കൂടുതൽ 36 പാടശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു വിത്ത് നെല്ല് വിളയിക്കുന്ന ഒരു പാടശേഖരമാണ് ഞങ്ങളുടെ കൈപ്പഴക്കരി 130 ഏക്കർ. ഇത് 10-12 വിളവുണ്ടായിരുന്നൊരു പാടശേഖരമായിരുന്നു. ഇത് ഞങ്ങൾ പുതിയ ഭരണസമിതി കയറി ഇപ്പോൾ 3 വർഷമായി ഞങ്ങൾ കയറി ഇതെല്ലാം വെട്ടി കാടെല്ലാം വെട്ടി തെളിച്ച് വേണ്ട രീതിയിലെല്ലാം ഒത്തിരി ഹെൽപ്പ് ഞങ്ങൾ ഒത്തിരി പ്രയത്നിച്ചിട്ടാണ് ഇതിപ്പോൾ ഇത്രയും നല്ലൊരു വിളവുള്ള പാടശേഖരമാക്കി മാറ്റിയിരിക്കുന്നത്. നമുക്കിപ്പോൾ സർക്കാർ ഒരു മോട്ടർ തന്നു. ഞങ്ങൾക്ക് വെട്ടിയും പറയാൻ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങൾക്കൊരു പുതിയൊരു മോട്ടർ തന്നു, 50 HP മോട്ടർ തന്നു. അത് വന്നതിന് ശേഷം ഈ പാടത്ത് വിതച്ചിട്ട് ഇന്ന് വരെ വെള്ളം പറ്റാൻ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു ചെറിയ മഴ വന്നിട്ട് നീണ്ടു പഞ്ചായത്തിലെ മിക്ക പാടവും മട വീണിട്ട് ഞങ്ങളൊക്കെ കുറേ പേര് രാത്രിയിലും മട വീഴാതെ ഇവിടെ കിടന്ന് ഈ രാത്രിയും പകലും ഈ ബണ്ട് വഴി നടന്നാണ് ആ മട പോലും വീഴ്ത്താതെ ഞങ്ങളുടെ ഈ പാടം നിലനിർത്തിയത്. കാരണം പറഞ്ഞാൽ തൊട്ടപ്പുറമൊക്കെ പാടങ്ങളും മട വീണിരിക്കുക. ഞങ്ങൾ മട വീഴ്ചിട്ടില്ല. അത്രയും കഷ്ടപ്പെട്ട് ഈ മട വീഴ്ത്താതെ ഉണ്ടാക്കിയ ഈ പാടം എന്നിട്ട് വെള്ളം പറ്റാൻ പറ്റിയിട്ടില്ല. ഈ പാടത്തിൽ വെള്ളം പറ്റാത്തതുകൊണ്ട് മോട്ടർ ഓടിയിട്ടും വെള്ളം പറ്റുന്നില്ല. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ആദ്യത്തെ വിത നശിച്ചു. ഏതാണ്ട് വേണ്ട ഒരു കൃഷിക്കാരന് 1 ഏക്കറിനായിട്ട് 30,000 രൂപ താഴെ ഇപ്പോൾ മുടക്കുണ്ട്. അതായത് വെള്ളം കണ്ടടിക്കുന്നത്, മരുന്നടിക്കുന്നത്, ചെറിയ മരുന്നടിക്കുന്നത്, അങ്ങനെ ഞങ്ങൾ ഈ ചെറിയ ഒതളുകൾ അടയ്ക്കുക, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്ത് ഇത്രയും പൈസ മുടക്കിയാണിത് നമ്മളിപ്പോൾ ഈ ആദ്യത്തെ പദ്ധതി. എന്നെ സംബന്ധിച്ച് ഞാനും ഇതിനകത്ത് കൃഷി ചെയ്യുന്നുണ്ട്. എൻ്റെ ഉണ്ടായിരുന്ന മാല വരെ പണയം വെച്ചിട്ടാണ് നമ്മളിത് കൃഷി ഇറക്കിയത്. തുടർന്ന് സർക്കാർ KLDC പദ്ധതി പ്രകാരം പാടത്ത് വെള്ളത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിനായി 50 HP മോട്ടോർ അനുവദിച്ചു. എന്നാൽ മോട്ടോർ സ്ഥാപിച്ച് 15 ദിവസം പിന്നിട്ടപ്പോഴേക്കും മോട്ടോർ പണിമുടക്കി. തുടർന്ന് കർഷകർ മുൻകൈയെടുത്ത് മോട്ടോർ നന്നാക്കിയെങ്കിലും പാടശേഖരത്തിലേക്ക് വഴിയില്ലാത്തതിനാലും കനാലിൽ പോളയും പുല്ലും നിറഞ്ഞ് വള്ളം പോലും പോകാൻ പറ്റാതായതിനാൽ മോട്ടോർ സ്ഥാപിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകർ. ഒരാഴ്ച കൂടി വെള്ളത്തിന്റെ അവസ്ഥ ഇതേപടി തുടർന്നാൽ 130 ഏക്കറിലെയും നെൽകൃഷി വീണ്ടും നശിക്കുന്ന അവസ്ഥയിലാണ്. ഈ കൃഷി കൂടി നശിച്ചാൽ പല കർഷകർക്കും ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും കർഷകർ പറഞ്ഞു. 3,30,00,000 രൂപ അനുവദിച്ച് ഈ ബണ്ട് പിടിക്കാനായിട്ട് അനുവാദം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് കോൺട്രാക്ടർമാർ 2 കോൺട്രാക്ടർമാർ ഈ ബണ്ട് ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞ് തമ്മിൽ തർക്കമുണ്ടായി. അവർ കേസാക്കിയത് കർഷകർ അറിയുന്നില്ല. അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് ഇല്ലാതെ പോയത്. ഈ പ്രോജക്റ്റ് നടന്നിട്ടില്ല, അത് തടഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇത് കൃഷിക്കാരൊന്നും അറിയുന്നില്ല. അങ്ങനെ ഇത് വണ്ടെല്ലാം പൊളിച്ചിട്ട് ഇപ്പോഴത്തെ തൊടുന്നിടത്ത് മടവീഴ്ചില്ല. ഒരു കുഴപ്പമില്ലായിരുന്ന ഒരു ചെറയാണ് ഈ പരുവത്തിൽ ഇപ്പോൾ ഇവർ നശിപ്പിച്ചിട്ട്. നിരവധി പരാതികൾ പറഞ്ഞിട്ടും നാളിതുവരെ കൃഷിഭവനിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ പോലും പാടശേഖരത്ത് എത്തി നോക്കുവാൻ പോലും എത്തിയിട്ടില്ലെന്നും കർഷകർ കുറ്റപ്പെടുത്തുന്നു. i4u ന്യൂസ്, ഏറ്റുമാനൂർ.